സംഭവം ഉണ്ടായിരിക്കുന്നു കേട്ടോ. സംഭവം എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും നെട്ടും. അപ്പൊ നെറ്റാൻ റെഡിയാണെങ്കിൽ വീഡിയോ മുഴുവൻ കണ്ടു. യാത്ര തുടങ്ങിയത് ഒരു നല്ല കരിമ്പ് ജ്യൂസ് കുടിച്ചിട്ടാണ്. അപ്പൊ ഈ കരിമ്പ് ജ്യൂസ് കുടിച്ചതിന് ശേഷം പറയാട്ടോ എവിടൊക്കെ പോകുന്നതെന്ന്. ജ്യൂസൊക്കെ കുടിച്ചിട്ടാ അപ്പോഴാണ് അവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഉള്ളത് അറിയുന്നത്. അങ്ങനെ നേരെ അവിടേക്ക് പോയി. ടിക്കറ്റ് ഒക്കെ എടുത്ത് ഞങ്ങൾ അതിന്റെ ഉള്ളിൽ കയറി. ഇതാണ് കേട്ടോ അതിന്റെ ഉള്ളിലുള്ളത്. പഴയ കാലത്തെ ഫാക്ടറികളും ബിൽഡിങ്ങും അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് അതിന്റെ ഉള്ളില്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഈ കാണുന്നതാണ് വർക്ക്ഷോപ്പ്. ഇവിടെ കുറെ മരങ്ങളും മരത്തൈകളൊക്കെ വെച്ചിട്ടുണ്ട്. പല പേരാട്ടോ ഓരോ തൈനുള്ളത്. ആരോ വരച്ചൊരു നല്ല ഭംഗിയുള്ള ഒരു ചിത്രം ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ നേരെ ഞങ്ങൾ അവിടെ ഒരു ചെറിയ തടാകം, ചെറിയതല്ല കേട്ടോ, വലിയൊരു തടാകം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് കാണാനായിട്ട് ഞങ്ങൾ നടന്നു. തടാകത്തേക്ക് പോകുമ്പോഴാട്ടാ എന്റെ കുറുമ്പി ഒരു സംഭവം കണ്ടു. വേറൊന്നല്ല, ഇതന്നെ. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് ഈ കാണുന്ന ചെറിയ കടയിൽ കയറി അവിടെ നിന്നൊരു ഇളനീനും ഐസ്ക്രീമും അങ്ങനെയൊക്കെ കഴിച്ചു. അപ്പൊ ഞങ്ങൾ എവിടേക്ക് പോണതെന്ന് പറഞ്ഞില്ലല്ലേ. ഞങ്ങൾ ശരിക്കും പോണത് ഊട്ടിക്കാണ് കേട്ടോ. ചുരം കയറുന്നതിന് മുന്നേ ഈ കാണുന്ന ഹോട്ടലില് കയറി. ഉമ്മൂസ് തട്ടുകട, നല്ല അടിപൊളി ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും. വണ്ടിയിലിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ കൈപ്പങ്ങ പൊരിച്ചതും കൂടി വാങ്ങി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കൈപ്പങ്ങ പൊരിച്ചത്. അങ്ങനെ ഞങ്ങൾ ചുരം കയറാൻ തുടങ്ങിട്ടോ. പോകുമ്പോ ഞാൻ കൊങ്ങനെ കണ്ടിക്കണേ. അപ്പൊ കൊങ്ങനെ കൊങ്ങനാമി അങ്ങനെ ഞങ്ങള് ഊട്ടിയിലെത്തി. വീഡിയോന്റെ ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ഈ വീഡിയോയിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന്. അത് വേറൊന്നുമല്ല കേട്ടോ. ഞങ്ങൾ ഊട്ടിയിൽ 2 ദിവസം സ്റ്റേ ചെയ്തിരുന്നു. ഞങ്ങൾ പോയ സ്ഥലങ്ങളും ട്രൈ ചെയ്ത ഫുഡുകളും ഒക്കെ ഞങ്ങൾ വീഡിയോ എടുത്തിരുന്നു. അങ്ങനെ കുറെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിരുന്നു. ബട്ട് അതൊക്കെ ഡിലീറ്റ് ആയിപ്പോയി. എനിക്ക് ഭയങ്കര സങ്കടം. ഞാനതൊക്കെ വ്ളോഗ് ആക്കണമെന്ന് കരുതി വെച്ച വീഡിയോസ് ആയിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ആ സംഭവം. നിങ്ങൾക്ക് നെട്ടാൻ മാത്രം ഒന്നും ഉണ്ടായിരിക്കില്ല, പക്ഷെ എനിക്കത് നെട്ടാൻ മാത്രം ഉണ്ടായിരുന്നു. സാരല്ല, പോട്ടെ. ഈ കാണുന്ന വീഡിയോസ് ഒക്കെ ഞങ്ങൾ വരുന്ന എടുത്ത വീഡിയോ ആണ് കേട്ടോ. പിന്നെ ഈ സിപ്പ് ലൈനിൽ കയറി. ആദ്യം കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ പേടി മാറിട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഇങ്ങോട്ട് പോകാൻ.
അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ബൈ.